ഓ നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. എന്നെ പരീക്ഷിക്കാനോ? 1978 ഭഗവാൻ ബാബയുടെ ചെന്നൈ സന്ദർശന സമയം. ഭഗവാൻ യാത്ര ചെയ്യുന്ന കാർ ഓടിക്കാനുള്ള മഹാഭാഗ്യം ശ്രീ TG കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചു. ഓരോ ദിവസവും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഭഗവാനിൽ നിന്ന് അധികാരികൾ വഴി അറിയും. കൃഷ്ണമൂർത്തി ഉടൻ കാര്യങ്ങൾ തയ്യാറാക്കും. സ്വാമിയുടെ കാറിന് മുന്നിൽ പൈലറ്റായി പോകാൻ 2 ബൈക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ സഞ്ചരിക്കുന്ന കാർ എങ്ങോട്ട് തിരിയുന്നുവോ അതിനനുസരിച്ച് കൃഷ്ണമൂർത്തി ഇൻഡിക്കേറ്റർ ഇടും. മുന്നിൽ ബൈക്ക് ഓടിക്കുന്നയാൾ അത് കണ്ണാടിയിൽ നിരീക്ഷിച്ച് ഓടിക്കണം. ഒരു ദിവസം, അന്ന് ഭഗവാൻ യാത്രയെക്കുറിച്ചൊന്നും സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞില്ല. കൃഷ്ണമൂർത്തി വല്ലാത്ത അവസ്ഥയിലായി. സ്വാമിയുടെ കാർ ഷെഡിൽ കൊണ്ടുപോയി ഇടണമോ അതോ ഇവിടെ തന്നെ ഇടണമോ? അവസരം കിട്ടിയപ്പോൾ സ്വാമിയോട് ആ വിവരം തിരക്കി. ഭഗവാൻ ഇത്രമാത്രം അരുളി, ഞാൻ പറയാം. പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അദ്ദേഹം കാറിനരികിൽ കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞു ഭഗവാൻ വന്നു. കാറിൽ കയറി. നമുക്ക് പോകാം. അവിടുന്ന് അരുളി. കാറിൽ സ്വാമിയും കൃഷ്ണമൂർത്തിയും മാത്രം. അദ്ദേഹം കാർ മുന്നോട്ടെടുത്തു. പൈലറ്റ് ബൈക്കുകൾ യാത്ര തുടങ്ങി. കാർ ഒരു കവലയിൽ എത്താറായി. എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. വലതുവശത്തേക്ക് എന്ന് സ്വാമി സൂചന നൽകി. കൃഷ്ണമൂർത്തി ഇൻഡിക്കേറ്റർ ഇട്ട് ബൈക്കുകാർക്ക് അടയാളം കൊടുത്തു. ബൈക്ക് വലത്തോട്ട് തിരിഞ്ഞതും സ്വാമി ഉടൻ അരുളി, അല്ല, നമുക്ക് ഇടത്തേക്ക് പോകാം. ബൈക്കുകൾ വലത്തോട്ടും കാർ ഇടത്തോട്ടും തിരിഞ്ഞു. യാത്രയായി. കൃഷ്ണമൂർത്തി ആകെ അങ്കലാപ്പിലായി. ബൈക്ക് ഓടിക്കുന്നവർ എങ്ങനെ വിവരമറിയും? അവർ ഒരുപക്ഷെ തിരിച്ചു വരുമായിരിക്കും. ബാക്ക് വ്യൂ മിററിലൂടെ അവരെ കൃഷ്ണമൂർത്തി തിരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും സ്വാമിയുടെ കൽപ്പനകൾ ഉയർന്നുകൊണ്ടിരുന്നു. ഇടത്തോട്ട്, വലത്തോട്ട്, ഇടത്തോട്ട്. അതോടുകൂടി ബൈക്കുകളുമായുള്ള ബന്ധം സ്ഥാപിക്കാമെന്ന പ്രതീക്ഷയും മറ്റു. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം. ടയർ പഞ്ചറാവുകയോ വണ്ടി കേടാവുകയോ ചെയ്താൽ എന്താകും സ്ഥിതി? സ്വാമിയും താനും മാത്രമേ കാറിലുള്ളൂ. സ്വാമി, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരുവിധം ധൈര്യം സംഭരിച്ച് അദ്ദേഹം തിരക്കി. പോകൂ, ഒറ്റവാക്കിൽ സ്വാമി ഉത്തരമൊതുക്കി. തനിക്ക് ചിരപരിചിതമായ ചെന്നൈ നഗരത്തിലൂടെ സ്വാമിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃഷ്ണമൂർത്തി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. പൈക്രോഫ്റ്റ് റോഡിലൂടെ ലേഡി വില്ലിംഗ്ടൺ ആശുപത്രിക്ക് മുന്നിൽ കാർ എത്തി. സമയം 11:10. ഇപ്പോൾ സന്ദർശന സമയമല്ല. ആ വിവരം അറിയാവുന്നതുകൊണ്ട് കൃഷ്ണമൂർത്തി പറഞ്ഞു, സ്വാമി, 11-നും 4-നും ഇടയിൽ സന്ദർശകരെ ആശുപത്രിയിൽ അനുവദിക്കില്ല. എനിക്കറിയാം. കാർ ആശുപത്രിയുടെ പോർട്ടിക്കോവിലേക്ക് കൊണ്ടുപോകൂ, സ്വാമി പറഞ്ഞു. ആ സമയം ഗേറ്റിൽ കാവൽക്കാർ നിൽക്കുന്നതാണ്. പക്ഷേ കാർ ഗേറ്റിൽ എത്തുമ്പോൾ ആരുമില്ല. വാതിൽ തുറന്നു കിടക്കുന്നു. കൃഷ്ണമൂർത്തി പോർട്ടിക്കോവിൽ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം കാർ നിർത്തി. സ്വാമി കാറിൽ നിന്നിറങ്ങി. ഒന്നും സംസാരിക്കാതെ 1-ാം നിലയിലേക്ക് കയറാനുള്ള ഗോവണിപ്പടിയുടെ സമീപത്തേക്ക് നടന്നു. കൃഷ്ണമൂർത്തി ഭഗവാനെ അനുഗമിക്കാൻ തുടങ്ങി. സ്വാമി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, നീ ഇവിടെ നിന്നാൽ മതി. സ്വാമി ഒറ്റയ്ക്ക് പടികൾ കയറാൻ തുടങ്ങി. കൃഷ്ണമൂർത്തി വിഷമാവസ്ഥയിലായി. എന്തു ചെയ്യും? സ്വാമി ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് വിവരം അറിഞ്ഞാൽ കോപിക്കും. സ്വാമിയെ ഒറ്റയ്ക്ക് അയച്ചത് ശരിയായില്ലെന്ന് പറയും. മൂർത്തി അഗ്നിയിൽ നിൽക്കും പോലായി. ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്വാമി തിരിച്ചെത്തി. സുന്ദരത്തിലേക്ക് പോകാൻ ഭഗവാൻ കൽപ്പിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആശുപത്രിയിൽ ഭഗവാൻ ആരെ കാണാൻ പോയതാണെന്ന് കൃഷ്ണമൂർത്തി വിനയപൂർവ്വം തിരക്കി. നീ പർവ്വതമ്മയെ അറിയുമോ? സ്വാമി ചോദിച്ചു. പർവ്വതമ്മ റിട്ടയർഡ് IAS ഓഫീസർ ഹനുമന്തറാവുവിന്റെ ഭാര്യയാണ്. പാസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഭഗവാന് കാർ ഓടിക്കാനുള്ള ലൈസൻസിൽ ഒപ്പിട്ട് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഹനുമന്തറാവു. അക്കാലത്ത് ഭഗവാൻ 2 ഡോറുള്ള മോറിസ് മൈനർ കാർ ഓടിച്ചിരുന്നു. ഭഗവാൻ സാധാരണ മട്ടിൽ പറഞ്ഞു. രാവിലെ പാർവതമ്മ മരിച്ചു. ആശുപത്രി അധികാരികൾ ആ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആന്ധ്ര ഗ്രാമസഭയുടെ ചെയർപേഴ്സണാണ് പാർവതമ്മ. കുറേയേറെ ജോലി ഇനിയും അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനാൽ ഞാൻ അവർക്ക് ജീവൻ നൽകി എഴുന്നേൽപ്പിച്ചു വിട്ടു. സ്വാമിയുടെ വിവരണം കേട്ട് കൃഷ്ണമൂർത്തി സ്തബ്ധനായി. റിവർ വ്യൂ മിററിലൂടെ ആ തിരുമുഖത്തേക്ക് ഭയഭക്തിയോടെ നോക്കിയിരുന്നു. സ്വാമി പറഞ്ഞു, ഏയ്, എന്നെ നോക്കിയിരിക്കാതെ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കൂ. താമസിയാതെ അവർ സുന്ദരത്തിലെത്തി. പ്രതീക്ഷിച്ചതുപോലെ മുതിർന്നവർ കൃഷ്ണമൂർത്തിയെ ശകാരിച്ചു. സ്വാമിയുമായി ആരോടും പറയാതെ പോയത് ശരിയായില്ലെന്ന് പറഞ്ഞു.
അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. തല താഴ്ത്തി എല്ലാം ശാന്തമായി കേട്ടു. സ്വാമിയുമായി എങ്ങോട്ട്, എന്തിനു പോയി എന്നൊന്നും പറഞ്ഞില്ല. കൃഷ്ണമൂർത്തി സ്വന്തം കാറിൽ ആശുപത്രിയിലേക്ക് ഉടൻ യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോൾ സമയം 12:30. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. ഗാർഡുകൾ കാവലുണ്ട്. കൃഷ്ണമൂർത്തി പറഞ്ഞു, ഞാൻ 11:10 ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്റെ കൂടെ ഒരു വിശിഷ്ടാതിഥിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു രോഗിയെ കണ്ടു മടങ്ങി. അദ്ദേഹം നൽകിയ ഒരു സന്ദേശം രോഗിയെ അറിയിക്കാനുണ്ടായിരുന്നു. വിവരണം കേട്ട് ഗാർഡ് കൃഷ്ണമൂർത്തിയെ തുറിച്ചു നോക്കി. പിന്നീട് ഗൗരവത്തോടെ മുഷിപ്പോടെ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് ചെറുപ്പം, പഠിപ്പുണ്ടെന്നും തോന്നുന്നു. എന്നിട്ടും കള്ളം പറയുന്നുവോ? കൃത്യം 10:59 ഞാനാണ് ഗേറ്റ് പൂട്ടിയത്. ഇവിടെ തന്നെ ഞാൻ കാവലും ഉണ്ടായിരുന്നു. ഇതാണ് പൂട്ടിന്റെ താക്കോൽ. എന്നിട്ടും 11:10 വന്നെന്ന് പച്ചക്കള്ളം പറയുന്നുവോ? കൃഷ്ണമൂർത്തിയുടെ നാവ് അടഞ്ഞുപോയി. തിരിച്ച് എന്തു പറയും? സത്യം എങ്ങനെ ബോധിപ്പിക്കും? ശ്രീകൃഷ്ണാവതാരത്തിൽ ഉണ്ണിക്കണ്ണനുമായി വസുദേവർ തടവറയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താഴുകൾ അഴിഞ്ഞതും കാവൽക്കാരുടെ ബോധം മറഞ്ഞതും ഒരിക്കൽ കൂടി മറ്റൊരു വിധം ഇവിടെ അരങ്ങേറിയിരിക്കുന്നു. ആ സമയം അവിടെ കൃഷ്ണമൂർത്തിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ വന്നു. അദ്ദേഹത്തിന്റെ സഹായത്തോടെ അകത്ത് കടന്നു. കൃഷ്ണമൂർത്തി പാർവതമ്മയുടെ മുറിയിലെത്തി. അവർ പ്രസന്നയായിരിക്കുന്നു. അദ്ദേഹം ആരോഗ്യകാര്യങ്ങൾ തിരക്കി. ഭഗവാന്റെ സന്ദർശന കാര്യം തിരക്കിയപ്പോൾ പാർവതമ്മ രസകരവും അത്ഭുതകരവുമായ സംഭവം വിവരിച്ചു. ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു, ഒന്നും അറിയുന്നില്ല. അപ്പോൾ സ്വാമി എന്നെ പേര് ചൊല്ലി 3 തവണ വിളിക്കുന്നത് ഞാൻ കേട്ടു. കണ്ണു തുറന്നു. സ്വാമി മുന്നിൽ നിൽക്കുന്നു. എഴുന്നേറ്റിരിക്കാൻ ഭഗവാൻ പറഞ്ഞു. ഞാൻ അനുസരിച്ചു. സ്വാമി പറഞ്ഞു, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. 2 ദിവസം കൂടി വിശ്രമം വേണം. ആന്ധ്ര മഹിളാ സഭയിലെ പ്രവർത്തനം വീണ്ടും തുടരുക. എനിക്ക് നല്ല ദാഹം തോന്നി. ഞാൻ ചുറ്റിനും നോക്കി. സ്വാമി അത് ശ്രദ്ധിച്ചു. ഭഗവാൻ എന്നോട് വായ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ വായ തുറന്നു. സ്വാമി വലതു കൈയിലെ ചെറുവിരൽ എന്റെ വായിലേക്ക് നീട്ടി. ഹാവൂ! എന്റെ വായിൽ സ്വാദേറിയ ചൂടുള്ള കാപ്പി നിറയുന്നത് ഞാൻ അറിഞ്ഞു. ഭഗവാൻ എന്നിൽ അങ്ങനെ അളവറ്റ കൃപ ചൊരിഞ്ഞു. ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു പോയി കൃഷ്ണമൂർത്തി. ഒന്നും പറയാനാവാതെ സ്വാമിയുടെ മഹിമയും ചിന്തിച്ച് വീട്ടിലേക്ക് മടങ്ങി. 3 മണിയായപ്പോൾ സുന്ദരത്തിൽ തിരിച്ചെത്തി. സ്വാമി കാത്തിരിക്കുന്നു എന്ന സന്ദേശം ഉടൻ കിട്ടി. തിടുക്കത്തിൽ ഭഗവാന്റെ മുറിയിൽ ചെന്നു. ഭഗവാൻ ഇരിക്കുന്നു. കൃഷ്ണമൂർത്തിയെ തുറിച്ചു നോക്കിക്കൊണ്ട് ഭഗവാൻ തിരക്കി, എന്നെ സുന്ദരത്തിൽ വിട്ട ശേഷം നീ എങ്ങോട്ട് പോയി? അവിടുത്തെ കൃപ നേടിയ ആ മഹാഭാഗ്യവതിയെ കാണാൻ പോയി. തൊഴുകയോടെ മൂർത്തി പറഞ്ഞു, നിനക്ക് പാർവതമ്മയെ അറിയാം, അവരുടെ ഭർത്താവിനെയും അറിയാം. പിന്നെ എന്തിന് തിടുക്കപ്പെട്ട് ഇപ്പോൾ പോയി? എന്തായിരുന്നു അതിന്റെ ആവശ്യം? കുറ്റബോധത്തോടെ തലയും താഴ്ത്തി നിൽക്കുന്ന കൃഷ്ണമൂർത്തിയോട് സ്വാമി ചോദിച്ചു, ഓഹോ, നീ എന്നെ പരീക്ഷിക്കാൻ പോയതാണ് അല്ലേ? ഒരിക്കലുമല്ല സ്വാമി. ആ ഭക്തയെ കാണാനും ഭഗവത് ലീല അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാനുമായി പോയതാണ്. എന്തിനാണ് നീ അതൊക്കെ വിശദമായി അറിയുന്നത്? കൃഷ്ണമൂർത്തി നിശബ്ദനായി നിന്നു. ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയണ്ട, ഭഗവാൻ കൽപ്പിച്ചു. ആ വാക്കുകൾ അതീവ ശക്തമായിരുന്നു. അതോടെ പാർവതമ്മയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യവും അദ്ദേഹം മറന്നുപോയി. 1995 കൃഷ്ണമൂർത്തിയെ ഭഗവാൻ തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റാക്കി. 1998 ഭഗവാൻ കൊടൈക്കനാലിലെത്തി. ഒരു ദിവസം ഭഗവാൻ വിളിക്കുന്നു എന്ന സന്ദേശം കേട്ട് കൃഷ്ണമൂർത്തി ഓടിച്ചെന്നു. ഭഗവത് സന്നിധിയിൽ എത്തിയപ്പോൾ അദ്ദേഹം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശാന്തി ശാന്തി ശാന്തി, ഭഗവാൻ അരുളി. കരുണാമയനായ പ്രഭു അദ്ദേഹത്തോട് വായ തുറക്കാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് എടുത്ത് ഭക്തന്റെ വായിലേക്ക് ഒഴിച്ചു. അതിൽ നിന്നും വെള്ളമൊഴുകി. അമൃത സമാനം ആ ജലം ഭക്തൻ കുടുകുടെ നിറയെ സേവിച്ചു. ഭക്തന്മാരും വിദ്യാർത്ഥികളും ആ ദിവ്യരംഗത്തിന് സാക്ഷികളായി. പിന്നീട് സ്വാമി കൃഷ്ണമൂർത്തിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ജലം തന്നത് എന്ന് നിനക്കറിയുമോ? കൃഷ്ണമൂർത്തി മൗനം ദീക്ഷിച്ചു. ഓർക്കുക, ഞാൻ എന്റെ കൈകളാൽ അന്ന് പർവ്വതമ്മയ്ക്ക് കാപ്പി കൊടുത്തു. ഇന്ന് അതേവിധം നിനക്ക് ഞാൻ ജലവും നൽകി. മിന്നൽ പോലെ പാർവതമ്മയുടെ ദിവ്യാനുഭവം മുഴുവൻ അതോടെ കൃഷ്ണമൂർത്തിയുടെ ഓർമ്മയിൽ വീണ്ടും സജീവമായി. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ ബാബ. നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, അവിടുത്തെ ഇച്ഛയ്ക്ക് പൂർണ്ണമായി വഴങ്ങുക, തികച്ചും അനുസരണയുള്ളവരാവുക. സ്വാമി നമ്മെ സദാ സംരക്ഷിച്ചുകൊള്ളും. ഓം തത്സത്.